ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. PM കിസാൻ സമ്മാൻ നിധിയുടെ 22ാമത്തെ ഗഡുവിൻ്റെ വിതരണം ജനുവരി അവസാനത്തോടെ എത്തുവാൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വന്നതിനിടയിലാണ് കേരളത്തിൽ നിലവിൽ കഴിഞ്ഞ ഗഡു വരെ ലഭിച്ച ലക്ഷക്കണക്കിന് പേർക്ക് ഇവിടുത്തെ ഭൂമി റെക്കോർഡുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് PM കിസാൻ നിധി ആനുകൂല്യം മുടങ്ങുമെന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. കേരളത്തിൽ 30 ലക്ഷത്തിനടുത്ത് കർഷകർക്ക് PM കിസാൻ ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പദ്ധതി ആരംഭിച്ചപ്പോൾ ആനുകൂല്യത്തിനായി PM കിസാൻ പോർട്ടലിലേക്ക് ഓൺലൈനായിട്ട് നേരിട്ട് അപേക്ഷ നൽകിയാൽ മതിയായിരുന്നു. എങ്കിലും പിന്നീട് കർഷകരുടെ ആധികാരികത ഉറപ്പാക്കുവാൻ വേണ്ടി സംസ്ഥാനങ്ങളിലെ കൃഷി വകുപ്പുകൾക്ക് കേന്ദ്രം അനുമതി നൽകിയിരുന്നു. ആദ്യഘട്ടത്തിൽ കേരളത്തിൽ കതിർ എന്നു പേരുള്ള ഓൺലൈൻ സംവിധാനമാണ് സംസ്ഥാന സർക്കാർ ഇതിനായിട്ട് തയ്യാറാക്കിയിരുന്നത്. എന്നാൽ പ്രധാനമായും കർഷകരുടെ വ്യക്തിഗത വിവരങ്ങളും ബാങ്ക് ഡീറ്റെയിൽസും വെരിഫൈ ചെയ്യുക മാത്രമാണ് കതിർ ആപ്പ് മുഖേന സംസ്ഥാന കൃഷി വകുപ്പ് പ്രധാനമായും ചെയ്തിരുന്നത്. പിന്നീട് കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കളുടെ ഭൂമി സംബന്ധമായിട്ടുള്ള വിവരങ്ങൾ പരിശോധിക്കുവാൻ 2025 അഗ്രിസ്റ്റാക്ക് ഫാർമ ആപ്പിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് സംസ്ഥാന വകുപ്പ് തീരുമാനിച്ചിരുന്നു. അഗ്രിസ്റ്റാക്ക് ഫാർമ രജിസ്ട്രിയിൽ പേര് ചേർക്കുമ്പോൾ ലഭിക്കുന്ന കർഷക ID കിസാൻ നിധി ആനുകൂല്യത്തിന് ആവശ്യമായി വരുന്നതാണ്. 2019 നിലവിൽ വന്ന പദ്ധതിയായതിനാൽ കിസാൻ സമ്മാൻ നിധിക്ക് അപേക്ഷ നൽകുമ്പോൾ 2018-2019 സാമ്പത്തിക വർഷത്തെ കരമടച്ച റസീറ്റ് നിർബന്ധമാണ്. ഒരു കുടുംബത്തിലെ ഒരംഗത്തിന് മാത്രമേ കിസാൻ നിധി ആനുകൂല്യം ലഭിക്കുകയുള്ളൂ. പദ്ധതി ആനുകൂല്യം ലഭിക്കുവാൻ ആളുകൾ ഭൂമി ഭാഗം വെച്ച് സർക്കാരിനെ കബളിപ്പിക്കാൻ സാധ്യത ഉള്ളതിനാലാണ് ഈ നിബന്ധന കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ഭൂവുടമ മരണപ്പെട്ടാൽ ഭാര്യയുടെ പേരിലെടുക്കുന്ന നികുതി രസീറ്റ് ഉണ്ടെങ്കിൽ ആനുകൂല്യം നൽകാമെന്ന് കേന്ദ്രം വ്യവസ്ഥ ചെയ്തിരുന്നു. കേരള സംസ്ഥാന സർക്കാരിൻ്റെ അഗ്രിസ്റ്റാക്ക് ആപ്പിൽ പക്ഷേ ഇത്തരം നികുതി രജിസ്ട്രേഷൻ അപ്ലോഡ് ചെയ്യുവാൻ സാധിക്കുന്നില്ല എന്നാണ് വാർത്തകൾ വരുന്നത്. അങ്ങനെ വരുമ്പോൾ കിസാൻ സമ്മാൻ നിധിയിലെ ഗുണഭോക്താക്കൾ വർഷാവസാനം ചെയ്യേണ്ട ലാൻഡ് വെരിഫിക്കേഷൻ നടപടികൾ ഭൂവുടമ മരണപ്പെട്ടാൽ ഭാര്യയുടെ പേരിൽ നികുതി രസീത് കിട്ടാതെ വരുമെന്ന ആശങ്കയിലാണ് കർഷകർ ഇപ്പോൾ. കേരളത്തിൽ ലക്ഷത്തിലധികം കർഷകരുടെ ആനുകൂല്യം തടസ്സപ്പെടുമെന്ന് കരുതുന്നു. ഒന്നിലധികം ആൾക്കാരുടെ പേരുകൾ നിങ്ങളുടെ നികുതി ഷീറ്റിൽ അതായത് റവന്യൂ റെക്കോർഡിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഭൂമി ജോയിന്റ് ഭൂമിയാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങളുടെ ഫാർമർ ID അപ്രൂവ് ആയിട്ടില്ല എങ്കിൽ ആനുകൂല്യം മുടങ്ങുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ കിസാൻ സമ്മാൻ നിധിയിലുള്ളവർ കിസാൻ കർഷക ID എടുക്കണമെന്ന് നിർദ്ദേശിക്കുന്നത്. കർഷക ID ഇല്ല എങ്കിൽ നിങ്ങളുടെ ഇനി വരുന്ന PM കിസാൻ നിധി ആനുകൂല്യം മുടങ്ങുമെന്ന് ഇപ്പോൾ അറിയിപ്പുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അഗ്രിസ്റ്റാക്ക് കർഷക രജിസ്ട്രിയിൽ ഫാർമർ ID അപ്രൂവൽ ആക്കിയെടുക്കേണ്ടതാണ്. ഫാർമർ ID റിജക്റ്റ് ആയിട്ടുള്ളവർക്ക് കിസാൻ നിധി ആനുകൂല്യം മുടങ്ങുന്നതാണ്. ഇതുവരെ വിതരണം കഴിഞ്ഞ ഗഡുക്കൾ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ KYC സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. ലാൻഡ് സീഡിംഗ് കറക്റ്റ് ആണോ എന്നും ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ലിങ്ക് ചെയ്തതാണോ എന്നും ശ്രദ്ധിക്കണം. ഇതിലേതെങ്കിലും കാരണം കൊണ്ടാണ് മുടങ്ങിയതെങ്കിൽ അക്കാര്യം പരിഹരിച്ചാൽ 22ാമത്തെ ഗഡുവിനോടൊപ്പം മുടങ്ങിയ തുകയും ലഭിക്കുന്നതാണ്. അതുപോലെ ഇതുവരെ ആനുകൂല്യം മുടങ്ങാതെ കറക്റ്റായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന കർഷകർ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഫാർമർ ID അപ്രൂവൽ ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. വീണ്ടും KYC ചെയ്യാൻ നിർദ്ദേശം വന്നിട്ടുണ്ടോ എന്നും സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവായ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.